എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി ട്രാൻസ്ഫർ അലോട്ട്മെന്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 10-ാം തീയതി മുതൽ നൽകാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ നിലവിൽ വന്നിട്ടില്ല. എന്നിരുന്നാലും ജൂലൈ 10-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിനുള്ള അപേക്ഷ ആരംഭിക്കും. കാരണം ജൂലൈ ഏകദേശം 8-9 തീയതികളായിട്ടാണ് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതിനുശേഷം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നടത്തുക. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, അതുപോലെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. ആദ്യം വരുന്ന ട്രാൻസ്ഫർ സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറാണ്. അതായത് നിങ്ങൾക്ക് സ്കൂളും മാറാം, അതുപോലെ കോഴ്സും മാറാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ആദ്യ ട്രാൻസ്ഫറിൽ ഈ ഒരു ജില്ല മാറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതായത് ചില സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഈ ഒരു ആദ്യം സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ ആണ് ഉണ്ടാവാറുള്ളത്. അതിനുശേഷം മാത്രമാണ് ജില്ലാ ട്രാൻസ്ഫർ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻ്റ് ആയിട്ട് ലഭിച്ച വിദ്യാർത്ഥികൾ ഒഴികെ ഏതൊരു വിദ്യാർത്ഥികൾക്കും ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ട്രാൻസ്ഫറിന് അപേക്ഷ എങ്ങനെയൊക്കെ ഓപ്ഷൻ നൽകാം എന്നുള്ള കാര്യം നോക്കാം. ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് അതായത് അപേക്ഷ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കാം എന്നുള്ളതാണ്. ഒന്നാമത്തെ നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു സ്കൂളിൽ നിന്നും ആ ഒരു സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ഓപ്ഷൻ വെക്കുന്നു. അതായത് കോഴ്സ് മാറ്റം മാറുന്നു, അതായത് കോഴ്സ് മാറ്റമാണ്, അതായത് ആ ഒരു സ്കൂൾ മാറുന്നില്ല, എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറാനുള്ള ഒരു അവസരമാണ് ഇത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് നിലവിലെ സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലേക്ക് കോഴ്സ് മാറാതെ മാറുന്നു. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്, നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് മാറാനായിട്ട് ഓപ്ഷൻ വെക്കുന്നു. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ വെക്കുന്ന രീതി. ഇനി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ നിന്നും നിലവിലെ അഡ്മിഷൻ എടുത്ത സ്കൂളിൽ നിന്നും മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് മാറുന്നു. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ട്. അത് എനിക്ക് കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണെന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ബി എന്ന സ്കൂളിലേക്ക് എനിക്ക് കൊമേഴ്സിനോ അല്ലെങ്കിൽ സയൻസിനോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്കോ മാറണം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ആ ഒരു രീതിയിൽ ഓപ്ഷൻ വെക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ 3 രീതിയിലാണ് വെക്കാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു 3 രീതിയിലും മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് വെക്കുന്നതിനെയാണ് ഈ ഒരു സ്കൂൾ അതുപോലെ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ, അതായത് ജില്ലാ ട്രാൻസ്ഫർ എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ ജില്ലാ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുക. ജില്ലാ ട്രാൻസ്ഫർ വരുന്ന സമയത്തും ഈ ഒരു രീതിയിൽ നിലവിൽ പഠിച്ച ആ ഒരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് വെക്കാം. അതുപോലെ തന്നെ നിലവിൽ നിങ്ങൾക്ക് ആ ഒരു ജില്ലയിലെയോ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെയോ സ്കൂളിലേക്ക് ഓപ്ഷൻ വെക്കാം. അത് നിങ്ങളുടെ സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ സ്കൂളിലേക്കോ ഓപ്ഷൻ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള സ്കൂളിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലേക്കോ ഉള്ള മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാൻ സാധിക്കും. ഇതാണ് ഈ ഒരു ജില്ലാ ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ട്രാൻസ്ഫറിന് അപേക്ഷിക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. കാരണം പല വിദ്യാർത്ഥികളും അഡ്മിഷൻ നേടിയ ശേഷം വിദ്യാർത്ഥികൾക്ക് നിലവിൽ അവിടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ആ ഒരു കോഴ്സും പഠിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും ഏകദേശം ആ ഒരു കോഴ്സുമായിട്ട് ആ ഒരു കോഴ്സ് കുറച്ച് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു ട്രാൻസ്ഫറിന് പല വിദ്യാർത്ഥികൾക്കും ചിലപ്പോൾ മാറാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫറിന് അപേക്ഷിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ യാതൊരുവിധ കാരണവശാലും അത് ക്യാൻസൽ ചെയ്യാനോ അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിച്ചാലും അത് ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ പറ്റുന്നതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അപേക്ഷയ്ക്ക് മുമ്പായിട്ട് ആദ്യം നിങ്ങൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ചിന്തിച്ച ശേഷം മാത്രമേ ട്രാൻസ്ഫറിന് അപേക്ഷ നൽകേണ്ടതുള്ളൂ. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ സുഹൃത്ത് ട്രാൻസ്ഫർ വെക്കുന്നത് കരുതിയിട്ടായിരിക്കും വെക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടും ട്രാൻസ്ഫർ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് കിട്ടും ട്രാൻസ്ഫർ. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പറയും എനിക്ക് ആ ഒരു ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുക. ഇനി ട്രാൻസ്ഫറിന് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നോക്കാം. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ സാധിക്കും. ഇതുവരെ സ്പോർട്സ് കോട്ടയിലോ മെറിറ്റ് കോട്ടയിലോ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് പറ്റുന്നതായിരിക്കില്ല. അപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന പേജിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ അലോട്ട്മെന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള നിങ്ങളുടെ SSLC രജിസ്റ്റർ നമ്പർ, +1ന്റെ അപേക്ഷ സമർപ്പിച്ചപ്പോഴുള്ള ആപ്ലിക്കേഷൻ നമ്പർ, നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ച ആ ഒരു കോഴ്സും അതുപോലെ കോഴ്സ് കോമ്പിനേഷനും സ്കൂളും, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്,
എന്നിവ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നൽകിയ ശേഷം നിങ്ങൾക്ക് അതിന് താഴെയായിട്ട് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂൾ ഏതാണോ ആ സ്കൂളിൻ്റെ കോഡ്, അതുപോലെ തന്നെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് കൊടുക്കണം. അതിനുശേഷം കോഡ് നൽകിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യാൻ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉദാഹരണത്തിന് ബയോളജി സയൻസ് ആണ് താല്പര്യമുള്ളതെങ്കിൽ ബയോളജി സയൻസ് കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു രീതിയിൽ അത് സേവ് ബട്ടൺ ഉണ്ടാവും, സേവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടുത്ത ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെയിം സ്കൂളിലെ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ ആ സെയിം സ്കൂളിലെ കോഡ് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളാണ് വേണ്ടതെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കൊടുക്കുക. അതിനുശേഷം ഏത് കോഴ്സിലേക്കാണോ മാറേണ്ടത് ആ ഒരു കോഴ്സ് നൽകുക. അതിനുശേഷം ആഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട സ്കൂളും കോഴ്സും കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നൽകുന്ന സ്കൂളും കോഴ്സും ഓട്ടോമാറ്റിക്കലി അതിന് താഴെയായിട്ട് ലിസ്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് ായിട്ട് നിങ്ങൾ നൽകിയ ഓപ്ഷനിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മാറും എന്ന് ഉറപ്പാണോ എന്നുള്ള കാര്യം ചിന്തിക്കുക. ഏതെങ്കിലും ഓപ്ഷൻസിൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ ഒരു ഓപ്ഷൻ്റെ സൈഡിലായിട്ട് ഒരു ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ മാത്രം ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ താല്പര്യമുള്ള സ്കൂൾ തന്നെയാണ് കൊടുത്തത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫർ അപേക്ഷ യാതൊരുവിധ കാരണവശാലും ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോഴ്സും തന്നെയാണ് ട്രാൻസ്ഫറിനായിട്ട് കൊടുത്തത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും ഓപ്ഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ അത് സൈഡിലായിട്ടുള്ള ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഡിക്ലറേഷൻ ബട്ടൺ കാണാൻ പറ്റും. ഒരു ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ടിക്ക് ചെയ്ത് ഫൈനൽ സബ്മിഷൻ ചെയ്യാം. ഫൈനൽ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിച്ച് വെക്കുക. ട്രാൻസ്ഫറിന് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോഴ്സിലേക്ക് ട്രാൻസ്ഫർ വയ്ക്കരുത്, താല്പര്യമില്ലാത്ത സ്കൂളിലേക്കും ട്രാൻസ്ഫർ വയ്ക്കരുത്. നിങ്ങളുടെ പ്രയോറിറ്റി ബേസിലായിരിക്കും ട്രാൻസ്ഫർ വയ്ക്കേണ്ടത്. അതായത് ഏത് കോഴ്സാണ് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട്, ഏത് കോഴ്സിലേക്കാണ് ഫസ്റ്റ് അഡ്മിഷൻ കിട്ടേണ്ടത് എന്നുള്ള കാര്യം നോക്കിയിട്ടാണ് വെക്കേണ്ടത്. സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥി കൊണ്ടുപോയിട്ട് ഹ്യൂമാനിറ്റീസ് ഒന്നും കൊണ്ടുപോയിട്ട് വെക്കരുത്. അതുപോലെ കൊമേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയും ഇതേ രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാതെ കോഴ്സിലേക്ക് ഓപ്ഷൻ വെക്കാൻ പാടില്ല. ഓപ്ഷൻ നൽകുന്ന സമയത്ത് കോഴ്സിൻ്റെ കോഡോ സ്കൂളിൻ്റെ കോഡ് മാറിയിട്ടില്ല, സ്കൂളും കോഴ്സും മാറിയിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അതിനുശേഷം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരും. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും ഏത് സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്നും മനസ്സിലാക്കാം. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾക്ക് നിലവിലെ സ്കൂളിലാണ് ഈ ഒരു കോഴ്സ് ട്രാൻസ്ഫർ കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടെങ്കിൽ അടച്ചാൽ മതിയാകും. ഇനി മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ, അതായത് നിങ്ങൾക്കിപ്പോൾ മറ്റൊരു സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള ബാക്കി എല്ലാവിധ ഫീസും ഡോക്യുമെൻസും എല്ലാം തിരികെ വാങ്ങിച്ച് പുതിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ആ ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് അഡ്മിഷൻ ഫീസ് അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി കൊണ്ടുപോയാൽ മതിയാകും. ഇനി മറ്റൊരു സ്കൂളിൽ മറ്റൊരു കോഴ്സിലേക്കാണ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നിലവിലെ സ്കൂളിൽ നിന്നും നിങ്ങളുടെ ഡോക്യുമെൻസും അതുപോലെ അഡ്മിഷൻ ഫീസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഫീസും തിരികെ വാങ്ങിച്ച് നിങ്ങൾക്ക് ആ ഒരു പുതിയ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. കോഴ്സ് മാറ്റത്തിൻ്റെ ഫലമായി എക്സ്ട്രാ ഫീസ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആ ഒരു ഫീസും അതുപോലെ തന്നെ മുൻപ് അഡ്മിഷൻ ഫീ അടച്ചതിൻ്റെ റെസിപ്റ്റ് കൂടി നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീസ് ഒഴിവാക്കാം. അതായത് എക്സ്ട്രാ വീണ്ടും അഡ്മിഷൻ ഫീസ് അടക്കുന്നത് ഒഴിവാക്കാം. എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുള്ളൂ. ഇനി വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിന് അപേക്ഷ സമർപ്പിക്കുകയും എന്നാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടാതിരിക്കുകയും ചെയ്തു എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച, അതായത് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സാധാരണഗതിയിൽ സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിലാണ് അപേക്ഷ നൽകാനുള്ള ഒരു അവസരം നൽകാറുള്ളത്. സാധാരണ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകാറില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങളെ ട്രാൻസ്ഫറിൻ്റെ സർക്കുലർ വരുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.